നമസ്കാരം. കലോത്സവ വിശേഷങ്ങളും വാർത്തകളുമായി കലയാട്ടം ആരംഭിക്കുകയാണ്. മേഘ, എന്തായാലും മത്സരങ്ങളെല്ലാം ഇന്നത്തെ അല്ലേ 6ാം ദിനത്തിലെ മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വേദിയിൽ ഏതൊക്കെ മത്സരങ്ങളാണ് നമുക്ക് ആദ്യം അറിയാറുണ്ട്. അപ്പോൾ സ്വാലി, എങ്ങനെയാണ് ഒരു പോയിന്റ് നില? ഒപ്പം മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഏതൊക്കെ വേദികളിൽ ഏതൊക്കെ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? കേൾക്കുന്നില്ല. ഒപ്പം നമ്മുടെ നാടൻ പാട്ടടക്കമുള്ള ജനപ്രിയ ഇനങ്ങൾ കൂടി, നാടോടി നൃത്തം, പെൺകുട്ടികളുടെ നാടോടി നൃത്തം ഒക്കെയുണ്ട്. മത്സര ഷെഡ്യൂളുകളിൽ നിന്ന് കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. അപ്പോൾ സ്വാലിയോട് ചോദിക്കാം അല്ലേ, ഏതൊക്കെ ആണ് എന്ന്, ഏതൊക്കെ വേദികളിലാണ് എന്ന്. സ്വാലി, എങ്ങനെയാ ഇന്നത്തെ ഒരു പൊതുചിത്രം എങ്ങനെയാ? അരുൺ, ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു. വലിയ പോരാട്ടം. പാലക്കാടും കോഴിക്കോടും തമ്മിൽ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതുപോലെ മത്സരം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വലിയ പോരാട്ടം നടക്കുന്നു. അവസാനം പോയിന്റ് നില ഇപ്പോൾ കോഴിക്കോട് 919 പോയിന്റുമായി മുന്നിൽ നിൽക്കുകയാണ്. 914 പോയിന്റുമായി പാലക്കാട് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. കണ്ണൂരും വലിയ കുതിപ്പ് നടത്തി. 908 പോയിന്റുമായി കണ്ണൂർ ജില്ല 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. 232 മത്സര ഇനങ്ങളിൽ 198 എണ്ണവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 34 ഇനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നതിൽ. ഇത് 30ഉം ഇന്ന് തന്നെ നടക്കും. 15 വേദികളും സജീവമായിരിക്കുന്നു. വേദികളിലെല്ലാം വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നു. ഇന്നലെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വലിയ തിരക്ക് നമുക്ക് വേദികളിൽ കാണുന്നു. എല്ലാ വേദികളിലും 15 വേദികളിലും മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ല 791, മലപ്പുറം 784, എറണാകുളം 762, കൊല്ലം 743, ആലപ്പുഴ 743, തിരുവനന്തപുരം 718, കാസർഗോഡ് 698, ഇടുക്കി 636 എന്നിങ്ങനെയാണ് ഇപ്പോഴുള്ള ഒരു പോയിന്റ് നില. ഇന്നലെ ആരംഭിച്ച നാടക മത്സരം, വേദി 14 നാടക മത്സരം അല്പസമയം മുമ്പാണ് അവസാനിച്ചിട്ടുള്ളത്. വേദി 1 നടക്കുന്നത് ആൺകുട്ടികളുടെ കേരള നടന മത്സരമാണ്. 24 അപ്പീൽ ഉൾപ്പെടെ 24 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വേദി 2 വട്ടപ്പാട്ട് മത്സരവും 3 നാടോടി നൃത്തവും നടന്നുകൊണ്ടിരിക്കുന്നു. വേദി 4 പരിചമുട്ടുകളിയും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വേദികളിലും ഇന്നലത്തേതുപോലെ തന്നെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അരുൺ, ഏതായാലും അരുൺ, സ്വാലിഹ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏത് ജില്ലയാണ് 1ാം സ്ഥാനത്ത്? അതായത് പാലക്കാടും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ്. രാവിലെ വരെ പാലക്കാടായിരുന്നു മുൻപിൽ, പക്ഷെ ഇപ്പോൾ കോഴിക്കോടാണ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ആതിഥേയരായ കണ്ണൂർ ജില്ല 3ാം സ്ഥാനത്തും തുടരുന്നു. പ്രധാന വേദിയായ നിലയിൽ കേരള നടനം പുരോഗമിക്കുന്നു. നാടോടി നൃത്തം ആരംഭിച്ചു. ഇന്നലെ ആരംഭിച്ച നാടകം മുമ്പാണ് കഴിഞ്ഞത്. ഓക്കെ,
സങ്കീർത്തനം ഗോവിന്ദ ഹരി. ഈ ഓളപ്പരപ്പിൽ ജലരാജാക്കന്മാർ വേഗവിസ്മയം തീർക്കുമ്പോൾ അകമ്പടിയായി കേൾക്കുന്ന പാട്ടാണ് അല്ലേ? എന്തായാലും അങ്ങനെ വിവിധ വേദികളിൽ വിവിധ മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. എല്ലാ വേദികളും ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി എന്താ, നമുക്കൊരു അതിഥിയിലേക്ക് പോയാലോ? തീർച്ചയായും. ആലപ്പുഴക്കാരിയായ മാളവികയാണ് മിമിക്രി പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. മാളവിക, മിമിക്രിക്ക് ഏത് സ്ഥാനമാണ് കിട്ടിയത്? 4ാം സ്ഥാനവും എ ഗ്രേഡും ആയിരുന്നു. ഓക്കെ, പ്രേക്ഷകർക്ക് എന്ത് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത്? ഞാൻ അതിൽ ചെയ്ത കുറച്ച് ഐറ്റം ഹൈലൈറ്റഡ് ഉള്ളത് കാണിക്കാം. അമലാപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കൈയടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. പേടി നിരാശയായിരുന്നു. എല്ലാത്തിലും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. കളി നന്നാവാൻ നിങ്ങളുടെ ഈ ഒരൊറ്റ കയറി ശബ്ദം മതി. മഞ്ജു വാര്യർ, വൈറ്റമിൻ എന്ന് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതിന്റെ അളവ് കാണാൻ കഴിയാത്തത്ര കുറവ്. അതിനേക്കാൾ ഏറെ ആ ഭക്ഷണത്തിലുള്ളത് വിഷമാണ്. വളർച്ച മുരടിക്കും, ഓർമ്മക്കുറവുണ്ടാകും, ഏകാഗ്രത നശിക്കും. മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. 50% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ക്യാൻസർ ബാധിതരുടെ വർധനാ നിരക്ക്. 5000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു സൗധം പണിതു എന്നതിനപ്പുറം ഒരു ചെടി നടാനിടമുള്ള വീടുണ്ടാക്കി എന്നതിനാകട്ടെ നാളെ ലോകം നിങ്ങളെ ഓർക്കുന്നത്. നിങ്ങളോട് നന്ദി പറയുന്നത്. നമസ്കാരം. മമത മോഹൻദാസ്, എന്റെ മോളെ പോലീസുകാരെ അടിച്ച് ഇഞ്ച പർവമാക്കി മുണ്ടും മടക്കി കുത്തി നെഞ്ചും വിരിച്ചൊരു വരവ. പേര് ജോപ്പൻ, തോപ്പൽ ജോപ്പൻ. അടുത്തിടെ ഞാൻ ചെയ്ത ഏതാനും ഗായകമാരുടെ ശബ്ദം ഒന്ന്. KS ചിത്ര, കരിനീല കണ്ണഴകേ കണ്ണകി കാവേരിക്കരയിലെത്തി, ഓ കണ്ടെങ്കിലെന്ന് കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പു ചിലമ്പി. മമത മോഹൻദാസ്, കറുപ്പാന കണ്ണഴകി കലയാന പെണ്ണഴകി കനൽ വീസും കാറ്റഴകി ഇമയാടും സെമ്പകമേ. ബേബി ശ്രേയ, ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീ തീവി നനച്ചു കിനാവിൻ്റെ പുൻതൂവൽ കൊണ്ട് പന്തലിട്ടു, എത്താതിത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവളിലൊന്ന് തൊട്ടു. സിത്താര ബാലകൃഷ്ണൻ, ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം. വൈക്കം വിജയലക്ഷ്മി, കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടോറു കിത്താബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും വെക്കറ കാട്ടി വെടക്കായി വടക്കും തെക്കും നടന്ന് നടു ഓടിക്കും. സൈനോരെയും മഞ്ചരിയും ചേർന്ന് പാടുന്ന ഒരു ഗാനം. പെണ്ണിന്നു ചിലമ്പിന്റെ ഞെട്ടുന്ന ചക്കിയലൊക്കുന്ന മകരമിതിരയട കനലിടും ഒരു പക ബാലേരണശീലേ ഇവളാലേ നാളെ പുതുനാളും തെളിയേടേറ്റം പാതയിൽ. അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ കലിംഗ് ശശി, എടാ നിന്നോട് ഞാൻ പച്ചച്ചിട്ട് ചുമന്ന മുത്ത് പിടിപ്പിച്ച പട്ടീവനെടുത്തോട് വരാനല്ലേടാ പറഞ്ഞത്. ഇന്നാട്ടിൽ ആർക്ക് കാശിന് ആവശ്യം വന്നാലും എൻ്റെ അടുത്തേക്ക് ഓടി വരും. പ്രേമം സിനിമയിലെ മലർ എന്ന സായി പല്ലവി, പേര് சொன்ன மலர், உங்க பேர் என்ன? கோயா. ஓகே, நீங்க எல்லாம் எந்த கோர்ஸ் படிக்கிறீங்க? ஆஹா, நான் வந்து ஸ்டூடெண்ட் இல்லை, ஐம் கெஸ்ட் லெக்சரர். அதெல்லாம் உங்க விஷயம் இல்லை. நீங்க நைட்ல தங்க போதும் தனியாக நடக்க போதும் தைரியமா இருக்கணும்னா இந்த மாதிரி ஆயங்கெல்லாம் பரவாயில்ல. சொல்ல மாட்டேன். சேம் கிளாஸ். മൊയ്തീൻ സിനിമയിലെ കാഞ്ചനമാല, എനിക്കറിയാം അപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിലൊരു 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിലൊരു 10000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനി 1000 വർഷം ഇതിനകത്ത് കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും എൻ്റെ മൊയ്തീന് വേണ്ടി ചെയ്യപ്പോട്ട. മൊയ്തീനെ ഓർത്ത് ഒന്റെ അക്ഷരങ്ങൾ മാത്രം വായിച്ചു കഴിഞ്ഞ പെണ്ണാഞ്ഞ ആ എന്നെ മൊയ്തീനെ പിരിക്കാൻ ആർക്കെങ്കിലും കൈ ഒപ്പാറാ. നീ ഉന്നെ നിർബന്ധിച്ച ഈ ശവത്തിലായിരിക്കും അപ്പോഴത്തെ താലിയിട്ട്.
നന്നായിരുന്നു. എല്ലാ ആശംസകളും നേരുന്നു. എനിക്ക് തോന്നുന്നു അരുൺ, വളരെ കുറച്ച് മാത്രമാണ് പെൺകുട്ടികൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. മാളവയ്ക്ക് ഇനിയും ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പൂർണ്ണമായും ഞാൻ എപ്പോഴും മിമിക്രിയുടെ ഈ കാര്യങ്ങൾ കുട്ടികൾ പെർഫോം ചെയ്യുമ്പോൾ അവളെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള, കാരണം വെറൈറ്റി ഉണ്ട്, ഒരുപാട് വ്യത്യസ്തമായ ശബ്ദങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെ പെർഫെക്ഷൻ വരാനുണ്ട്. ഒരുപാട് വേദികൾ ഇത് തുടർച്ചയായി ചെയ്യുന്നതുകൊണ്ടായിരിക്കും. സായി പല്ലവിയൊക്കെ പക്കയാണ്, കുറച്ചുകൂടെ പെർഫെക്ഷൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമാണ്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, നന്നായിരുന്നു. അപ്പോൾ ഇനി എന്താ, വിവിധ വേദികളിൽ വിവിധ മത്സരങ്ങൾ കൂടി പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം അല്ലേ? തീർച്ചയായും. ജയ ജയ മഹാകാളി തിരുമാതാം കുന്നിലമ്മേ, ജയ ജയ മഹാരുദ്രേ മോക്ഷമേഘനേ ശരണം, ജയ ജയ മഹാകാളി തിരുമാതാം കുന്നിലമ്മേ, മോക്ഷമേ ശരണം. അരുൺ, പ്രധാന വേദിയായ നിളയിലാണ് ഇപ്പോൾ ആൺകുട്ടികളുടെ കേരള നടന മത്സരം പുരോഗമിക്കുന്നത്. ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു ആൺകുട്ടികളുടെ കേരള നടനം ഒരു മത്സര വിഭാഗത്തിലേക്ക് എത്തുന്നത്. നേരത്തെ പെൺകുട്ടികൾ മാത്രമായിരുന്നു കേരള നടനം അവതരിപ്പിച്ചത്. ഈ അടുത്ത കാലത്താണ് ആൺകുട്ടികളിലേക്കും കൂടി, ആൺകുട്ടികൾക്കും മത്സരിക്കാം എന്ന ഒരു കാര്യം വന്നത്. ഇനി എന്താണ് അരുൺ? നമുക്ക് ഒരു റിപ്പോർട്ട് കണ്ടാലോ? ഇനി ഓക്കെ. സംഘനൃത്തം വളരെ മനോഹരമായ മത്സരമാണ്. കാരണം വർണ്ണാഭമായ മത്സരം എന്നല്ലേ സംഘനൃത്തത്തെ തീർച്ചയായും ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്തു അരുൺ. ഉച്ചയ്ക്ക് തന്നെ ഒരുപാട് ആളുകൾ കണ്ണൂരപ്പാടെ ഈ സംഘനൃത്തം കാണാൻ വേണ്ടി ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നിളയിൽ കണ്ടത്. നടന ഇനങ്ങളിൽ ഏറെ ജനകീയമാണ് സംഘനൃത്തം. കലോത്സവത്തിന്റെ 5ാം നാളിൽ പ്രധാന വേദിയായ നിളയെ ജനനിബിഡമാക്കിയത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംഘനൃത്തമാണ്. ചടുല ചുവടുവെപ്പുകളും മിന്നിമറിയുന്ന രൂപഭാവങ്ങളാലും നർത്തകിമാർ വേദിയെ കീഴടക്കിയപ്പോൾ സദസ് ആവേശത്താൽ ഇളകിമറിഞ്ഞു. നിള വർണ്ണവസന്തത്തിൽ നിറഞ്ഞൊഴുകി. സമകാലിക പ്രശ്നങ്ങൾ നൃത്തസംഗീത രൂപത്തിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ സദസ്സിനെ കയ്യിലെടുത്തു. ആവർത്തന സ്വഭാവമുള്ളവയും അരങ്ങിലെത്തിയെങ്കിലും സംഘനൃത്തത്തിൻ്റെ പ്രേക്ഷകരെ അതൊന്നും ബാധിച്ചില്ല. രാവേറെ പിന്നിട്ടപ്പോഴും സംഘനൃത്തത്തിൻ്റെ ചിലമ്പൊലികളാൽ വേദിയും സദസ്സും ഉണർന്നിരുന്നു. കലോത്സവത്തിന്റെ 5ാം നാളിലും പ്രധാന വേദിയായ നിളയിൽ ജനസമുദ്രമായിരുന്നു. ജനകീയ നൃത്തയിനമായ നാടോടി നൃത്തം കാണുവാൻ ജനം ഒഴുകിയെത്തുകയായിരുന്നു. ക്യാമറാമാൻ ജിബേഷിനൊപ്പം സണ്ണി ജോസഫ്. ഈ കലോത്സവം എന്നത് നിസ്വാർത്ഥമായ, ചിലരുടെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ ഫലം കൂടിയാണ് അല്ലേ മേഘ? തീർച്ചയായും. ഭക്ഷണം കഴിക്കാൻ പോയാൽ അരുൺ നമുക്ക് ആ കാര്യം ഒന്നുകൂടി വ്യക്തമാകും. അതെ, ഈ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ കുറെ കുട്ടികളുണ്ട്. അവര് ശരിക്കും രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് അവരുടെ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കലോത്സവ വേദിയിലെത്തി ബാക്കിയുള്ളവർക്ക് ഫുഡ് ഒക്കെ സെർവ് ചെയ്യുന്നത്. ഭക്ഷണം വിളമ്പി അതിനുശേഷം വൈകിട്ട് രാത്രിയോട് 10 മണിയോട് കൂടിയാണ് അവർ തിരിച്ചു പോകുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന, എന്നാൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന കുറേ കുട്ടികൾ. സമയം പുലർച്ചെ 5 മണി. ദാ ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുകയായി. പ്രാഥമിക കൃത്യങ്ങൾക്ക് ശേഷം ആ അരണ്ട വെളിച്ചത്തിൽ നേരെ ഗ്രൗണ്ടിലേക്ക്. പിന്നെ മണിക്കൂറുകൾ നീളുന്ന പരിശീലനം. ഇത് ഇന്ന് മാത്രമല്ല കേട്ടോ,
എന്നും ഇങ്ങനെ തന്നെ. പക്ഷെ കലോത്സവം ഇവരുടെ ദിനചര്യയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. പുലർച്ചെയുള്ള പരിശീലനത്തിന് ശേഷം വീണ്ടും ഗ്രൗണ്ടിലേക്ക് തന്നെ. പക്ഷേ പരിശീലനത്തിനല്ല എന്ന് മാത്രം, നമ്മുടെ ഊട്ടുപുരയിലേക്കാണ് ആ പോക്ക്. ഏഴ് 30 തുടങ്ങുന്ന സേവനം രാത്രി 11 വരെ നീളും. ഇടയ്ക്ക് ചില വിശ്രമവേളകൾ മാത്രം. എങ്കിലും ഇവർ പരാതികളോ പരിഭവമോ അറിയിക്കാറില്ലെന്ന് ഇവരുടെ പരിശീലകൻ രാജീവൻ പറയുന്നു. കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ 100 വിദ്യാർത്ഥികളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വളണ്ടിയർമാരായിട്ട്. സ്വമേധയാ അവരുടെ പ്രവർത്തനം ഈ ഭക്ഷണ വിതരണം വിജയകരമാക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ വന്നിട്ടുള്ളതാണ്. കലയുടെ ഉത്സവം അരങ്ങേറുമ്പോൾ ഒരിനമെങ്കിലും കാണാൻ കൊതിയുണ്ടാവില്ലേ ഈ മിടുക്കികൾക്ക്? എന്നാൽ മത്സരം കണ്ടില്ലെങ്കിലെന്താ, മത്സരാർത്ഥികളെ പരിചയപ്പെടാറുണ്ടല്ലോ എന്നാണ് ഇവരുടെ പക്ഷം. കാണാൻ പോകുന്നതിലുപരി ഇവിടെ നിന്ന് ഫുഡ് സെർവ് ചെയ്യാനാണ് ഇഷ്ടം. പ്രോഗ്രാം കണ്ടില്ലെങ്കിലും പ്രോഗ്രാം അവതരിച്ച് പിള്ളേരെ പരിചയപ്പെടാൻ കഴിയുന്നുണ്ട്. കായിക താരങ്ങൾ എന്നും കഠിനാധ്വാനികളാണ്. അതിപ്പോ കായികമേളയായാലും കലോത്സവമായാലും. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം അഞ്ജു, ടീം പീപ്പിൾ, കണ്ണൂർ. ഇനി വഞ്ചിപ്പാട്ട് കണ്ടാലോ കുറച്ചു നേരം? തീർച്ചയായും. അതെ, കബനിയിൽ വഞ്ചിപ്പാട്ടാണ്. വഞ്ചിപ്പാട്ട് മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഐറ്റം ഇനി സ്റ്റേജിലേക്ക് എത്താനുണ്ട്. അതെ, നമുക്ക് മറ്റു റിപ്പോർട്ടുകളിലൂടെ കാണാം അല്ലേ? തീർച്ചയായും. കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണം ഉണ്ടാകുന്നില്ല അല്ലേ? ഇന്നലെ നാടോടി നൃത്ത വേദിയിലും കലാഭവൻ മണി എത്തി, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എത്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയായിരുന്നു ഒരു കുട്ടി നാടോടി നൃത്തം അവതരിപ്പിച്ചത്. ഓർമ്മകളിൽ മിന്നാമിന്നിയായി കലാഭവൻ മണി വെളിച്ചം പരത്തുമ്പോൾ സാധാരണക്കാരന്റെ ആ വലിയ കലാകാരൻ എത്രത്തോളം മണ്ണിനോടും മനുഷ്യനോടും ചേർന്നു നിന്നിരുന്നു എന്ന് വിളിച്ചു പറയുകയാണ് കലോത്സവ വേദികളും. പ്രകൃതിയും കരഞ്ഞൊരാ ദിനത്തിൽ എല്ലാരെയും വിട്ടുപോയില്ലേ, കരൽ രോഗം വന്നു മരിച്ചതാത്ത വിധിയോ അതോ ചതിയോ, നഷ്ടമായതു ഒരു നല്ല ഹൃദയം. മാനന്തവാടി GVHSലെ ശ്രീരാജാണ് ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ വിഭാഗം നാടോടി നൃത്ത വേദിയിലേക്ക് മണിയെ കൂട്ടിക്കൊണ്ടുവന്നത്. മണിച്ചേട്ടൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു നടനും അതുപോലെ എല്ലാമായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. അപ്പോൾ നമ്മളിത് മണിച്ചേട്ടനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന വേദികളിൽ നിന്ന് വേദികളിലേക്ക് ആ ഓർമ്മകൾ പ്രയാണം ചെയ്തുകൊണ്ടേയിരിക്കും. നാടൻ പാട്ടിന്റെ ശീലായും നാട്ടുകാരുടെ സഹയാത്രികനായും. മനുഷ്യനായി മാത്രം പിറന്നാൽ മണിക്ക് മരണമില്ലെന്ന് കലോത്സവ വേദികളും അടയാളപ്പെടുത്തുന്നുണ്ട്. ചാലക്കുടിക്കാരുടെ പൊന്നോമനയുടെ ഓർമ്മകൾ വേദിയിലെത്തിച്ച ശ്രീരാജിനും ക്യാമറാമാൻ വിനേഷ് നേതാജിക്കുമൊപ്പം വിനിഷ വൃന്ദാവൻ. ഈ മോണോ ആക്ട് മത്സരം പൊതുവെ നിലവാരം പുലർത്തിയ മത്സരമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഒന്ന്, സാധാരണ ഇതിന്റെ സമകാലീന വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ നോട്ട് പ്രതിസന്ധി ശരിക്കും കലോത്സവത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു, ബാധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നോട്ട് പ്രതിസന്ധിയാണ് ഒരു വിദ്യാർത്ഥിനിയും ഇതിന് വിഷയമായി തിരഞ്ഞെടുത്തതെന്ന് മാത്രമായിരുന്നില്ല. സാധാരണ ഈ മോണോ ആക്ടിലെ ഈ അതിഭാവുകത്വങ്ങളൊക്കെ കാണിച്ച് ഭാവങ്ങൾ ഒക്കെ ഇങ്ങനെ വല്ലാത്ത തരത്തിലേക്ക് പോകാറുണ്ട്. നമുക്കത് കാണുമ്പോൾ ചിലപ്പോൾ ഭീകരമായിട്ട് തോന്നാറുണ്ട്, ചിലപ്പോൾ കണ്ടിട്ട് വല്ലാത്ത സങ്കടവും തോന്നാറുണ്ട്. ഈ കുട്ടികൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ. കാരണം ഈ പണ്ട് ചെയ്തിരുന്ന അതേ രീതിയിൽ ആ ഒരു സംഗീതത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ആ റൗണ്ടിൽ ഇപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങാണ്. ഒരു പുതുതായി ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അതിഭാവുകത്വങ്ങളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായി നല്ല ഭാവങ്ങളോടെയൊക്കെ കൂടി തന്നെ ഒരു പെൺകുട്ടി അത് നോട്ട് അവതരിപ്പിച്ചു. നന്നായിരുന്നു അത്. നമസ്കാരം. QUEUE Q. Please wait. You are into Q. നിങ്ങൾ ക്യൂവിലാണ്. തള്ളേ മാറി നിൽക്ക്. തള്ളിക്കൊണ്ട് വന്നിരിക്കണ്. ഓ അടുത്തവള്. എടി രമണി, ഇന്നലെ ഇവൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഇതിപ്പോ എത്രാത്ത കൊടുത്ത് വെള്ളെടുക്കണെന്ന് കണ്ട. എന്തറിഞ്ഞടി ചെറയണ
ഓ നിന്നെ തന്നെ. പിന്നെ നിന്റെ കെട്ടിയോന്റെ വകയിലെ പൈപ്പ് മാറി നിക്കടി അങ്ങോട്ട്. ഓ തീർന്ന് വെള്ളം തീർന്ന് തൃപ്തിയായല്ല എല്ലാവർക്കും. ഇനി എന്തെന്നെ കണ്ടോണ്ടിരിക്കണ എനിക്ക് പോയി തള്ള മാറി നിക്കല അങ്ങോട്ട്. ആ നമസ്കാരം സാറേ. ഇതുപോലെ ഡീസന്റ് ആയ ഒരു ക്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയ്യപ്പ സംയമനം പാലിക്കുക. നെവർ. ഇനി സുനാമി വന്നാലും ഞങ്ങളുടെ ചെങ്കി ജീവനുണ്ടെങ്കിൽ ഈ ക്യൂവിൽ കല്ല് പോലെ കാത്തു നിൽക്കും. അയ്യോ സാറേ ഷട്ടറല്ലേ സാറേ, എനിക്ക് ഒരു തുള്ളി തന്നിട്ട് പോലെ സാറേ, ഷട്ടറല്ലേ സാറേ. സാറേ ഇത് എന്തൊട്ട് ക്യൂ ആണ് ബ്രോ, വമ്പ സീനാണല്ല. ഒരു സെൽഫി എടുക്കാം. ചങ്ക് ബ്രോ നൈസ് എടുത്ത് നീങ്ങുന്നേ കുറച്ചുകൂടെ. അപ്പൊ ഒളിച്ച് Me and my dudes in the ATM queue. ഇതാരണപ്പാ. ഹലോ ഹലോ. ക്യൂവിൽ നിന്നും വിഷമിക്കുകയാണ് നിങ്ങൾ. ഞാൻ സൗമ്യ, എറണാകുളത്ത് ബികോമിന് പഠിക്കുന്നു. എന്നോടൊപ്പം ചാറ്റ് ചെയ്യണമെങ്കിൽ 4 അമർത്തുക. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഈ മനോഹരമായ ഗാനം കേൾക്കാൻ 2 അമർത്തുക. എന്റെ പൊന്ന് സീന്, മനുഷ്യൻ ഇവിടെ കിളി പോയി നിക്കാണിട്ടാ. അപ്പോഴാണ് അവക്കടെ 4. മോനെ ഞാൻ പെൻഷൻ വാങ്ങാൻ വന്നതാ. വയസ്സായവര് ക്യൂവില് നിക്കണോ? നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാങ്കിന് മുന്നിലെ ക്യൂവിലാണ്. ക്യൂവിൽ നിന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ കുഴഞ്ഞു വീണിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ക്യാമറ ക്ലോസ് ചെയ്യും. പറയൂ അപ്പൂപ്പ, താങ്കൾക്ക് എന്താണ് പറയുന്നത്? പറയൂ പ്ലീസ്. ഞാൻ റിപ്പോർട്ട് ചെയ്തോട്ടെ, പറയൂ. ക്ഷമിക്കണം, അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലൈവ് ദൃശ്യങ്ങൾ ഞങ്ങളുടെ ചാനൽ മാത്രമാണ് എക്സ്ക്ലൂസീവായി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. സാറേ ഞാൻ ഈ ക്യൂവിലൊന്ന് നിന്നോട്ടെ സാറേ. എന്റെ ഓപ്പറേഷനായിട്ട് ആശുപത്രിയിലാണ് സാറേ. സാറേ എനിക്ക് മരുന്നൊക്കെ ഒന്ന് പെട്ടെന്ന് വേണം. കാശ് എൻ്റെ പുതിയ നോട്ടൊന്നുമില്ല സാറേ. മെഷീനിലാണെങ്കിൽ കാശും ഇല്ല സാറേ. കാർഡും ഇല്ല സാറേ. അങ്ങനെ പറയല്ലേ സാറേ. ഞാൻ ആരുടെങ്കിലും ചോദിച്ചോക്കട്ടെ സാറേ. ആരെങ്കിലും എനിക്ക് കുറച്ച് കാശ് തരല്ലേ ചേട്ടാ. ആരെങ്കിലും എനിക്ക് കുറച്ച് കാശ് തരണ്ടേ, അല്ലെങ്കിൽ മരുന്നെങ്കിലും ഇതാ. ഡോക്ടറെ കാശില്ലാത്തോണ്ട് അവര് മരുന്ന് തന്നില്ല. ഡോക്ടർ ഒന്ന് വിളിച്ച് പോലെ കാശില്ലാത്തോണ്ട് അവര് മരുന്ന് തന്നില്ല. സഹോദരന്മാരെ, സഹോദരികളെ, അടുത്ത മാസം കാണാം. വേദി 1 മോണോ ആക്ട് മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരാർത്ഥികൾ ചെസ് നമ്പർ കൈപ്പറ്റി ക്യൂവിൽ നിൽക്കേണ്ടതാണ്. പ്ലീസ് വെയിറ്റ്. യു ആർ ഇൻ ദി ക്യൂ. ATMന് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഗാന്ധിജിയെ നോക്കി ഗോഡ്സെ കാറിലിരുന്ന് ചിരിക്കുന്നു. പ്ലീസ് വെയിറ്റ്. യു ആർ ഇൻ ദി ക്യൂ. പ്ലീസ് വെയിറ്റ്. യു ആർ ഇൻ ദി ക്യൂ. നിങ്ങൾ ക്യൂവിലാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ ഇനി എന്താ? ഏതായാലും നോട്ട് പിൻവലിച്ച നടപടി ഉണ്ടാക്കിയ സങ്കടങ്ങളും വേദനയും പ്രതിഷേധവും ഒക്കെ അതിമനോഹരമായി തന്നെ ഈ കുട്ടി അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ തന്നെ വിവിധ വേദികളിലായി അല്ലേ? കേരള നടന മത്സരം പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ നാടോടി നൃത്ത മത്സരം പുരോഗമിക്കുന്നു. ഏതായാലും കലോത്സവ കാഴ്ചകൾ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല. അരുൺ, നമുക്ക് വീണ്ടും കലോത്സവ വിശേഷങ്ങളുമായി എത്തണം.
അപ്പോ തിരികെ ഇനി തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക് പോകാം അല്ലേ?